നമസ്കാരം. ഭവന വ്യക്തിഗത വായ്പയുള്ളയാളാണോ നിങ്ങൾ? അതോ വലിയ കടങ്ങളുള്ള ബിസിനസ്സുകാരനോ? എങ്കിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ലൈഫ് പോളിസിയിൽ നിന്നു കിട്ടുന്ന വരുമാനത്തിൽ കടക്കാർ കണ്ണുവയ്ക്കും. കുടുംബനാഥൻ മരിച്ചാൽ ഇൻഷുറൻസ് തുക കടക്കാർക്കു നേരിട്ട് അറ്റാച്ച് ചെയ്യാനാകില്ല എന്നത് ശരി തന്നെ. പക്ഷേ ആ തുക ഭാര്യയുടെ പേരിലേക്ക് വന്ന ശേഷം അതിൽ ക്ലെയിം ഉന്നയിക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ ഈ സാഹചര്യം മറികടക്കാൻ ഒരു വഴിയുണ്ട്. MWP എന്ന നിയമത്തിൻ്റെ സുരക്ഷയിൽ പോളിസി എടുക്കുക എന്നതാണത്. അത്തരം പോളിസിയാണെങ്കിൽ ബാധ്യത തിരിച്ചടയ്ക്കാനായി കടക്കാർക്കോ കോടതികൾക്കു പോലുമോ ആ തുക ആവശ്യപ്പെടാനാകില്ല. ഭാര്യയിൽ നിന്നും ഇൻഷുറൻസ് തുക പിടിച്ചു വാങ്ങാനും പറ്റില്ല. എന്താണ് MWP ആക്ട്? മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് അഥവാ MWP വിവാഹിതരായ സ്ത്രീകളുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണത്. ഈ നിയമത്തിനു കീഴിൽ വാങ്ങിയ പോളിസിയുടെ ആനുകൂല്യങ്ങൾ പോളിസി ഉടമയ്ക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും തന്നെ പ്രയോജനപ്പെടും. അത് നിയമം ഉറപ്പാക്കുന്നുണ്ട്. കടക്കാരുടെ മാത്രമല്ല മറ്റു കുടുംബാംഗങ്ങളുടെ അവകാശവാദത്തിൽ നിന്നും ഈ നിയമം സംരക്ഷണം നൽകും. ഭൂരിപക്ഷം പേർക്കും ഈ നിയമത്തെക്കുറിച്ചോ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചോ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവാഹിതരായ പുരുഷന്മാർ ഭാര്യയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി വാങ്ങുമ്പോൾ അത് MWP അനുസരിച്ചുള്ളതാണെന്ന് ഉറപ്പാക്കുക. വിവാഹമോചനമോ ഭർത്താവിൻ്റെ മരണമോ മൂലം ഭാവിയിൽ സംരക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാലും ഈ നിയമം സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിവാഹിതരായ പുരുഷന്മാർക്ക് മാത്രമാണ് MWP ആക്ടിനു കീഴിൽ പോളിസി എടുക്കാനാവുക. പോളിസി എടുക്കുമ്പോൾ തന്നെ MWP സംബന്ധിച്ച ഉടമ്പടി ചേർത്തിരിക്കണം. പോളിസി ഉടമയുടെ മരണശേഷം ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമേ ക്ലെയിം തുക ലഭ്യമാകൂ. തുകയിൽ ബന്ധുക്കൾക്കും അവകാശം ഉന്നയിക്കാനാകില്ല. ഈ നിയമത്തിൽ കീഴിൽ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ നോമിനിയാക്കാനും സാധിക്കില്ല. ഒരിക്കൽ ഗുണഭോക്താവിനെ നിർദ്ദേശിച്ചാൽ കാലാവധി മുഴുവൻ അത് മാറ്റമില്ലാതെ തുടരും. അതായത് പോളിസി എടുക്കുമ്പോഴുള്ള നോമിനിയെ മാറ്റാനാകില്ല. അതിനാൽ വിവാഹമോചനം നടന്നാലും നോമിനി ആദ്യ ഭാര്യ തന്നെയായിരിക്കും. ഈ നിയമത്തിന് കീഴിൽ ഒന്നിലധികം പ്ലാനുകൾ വാങ്ങാം. പക്ഷെ അവ ഓരോന്നും പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. ഭാര്യ ആദ്യം മരിച്ചാൽ പോളിസി ഉടമയുടെ നിയമപരമായ അവകാശിക്കു ക്ലെയിം തുക സ്വീകരിക്കാം. അതിനാൽ പോളിസി എടുക്കുമ്പോൾ ഒന്നിലധികം നോമിനികളെ നിർദ്ദേശിക്കുന്നത് നല്ലതാണ്. MWP പോളിസി എങ്ങനെ വാങ്ങാം? ഈ നിയമപ്രകാരം ഒരു ടേം പ്ലാൻ വാങ്ങുന്നത് എളുപ്പമാണ്. ആദ്യം MWP പ്ലാനുകൾ നൽകുന്ന ഇൻഷുറൻസ് കമ്പനി കണ്ടെത്തുക. പോളിസി ഫോം പൂരിപ്പിക്കുമ്പോൾ MWP ആക്ട് സെഗ്മെന്റ് നോക്കുക. അവിടെ ഈ ആക്ടിനു കീഴിൽ ടേം പ്ലാൻ വാങ്ങാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യമുണ്ടാകും. അവിടെ നോമിനിയായി ഭാര്യയുടെയോ കുട്ടികളുടെയോ പേരുവിവരങ്ങൾ, ജനന തീയതി, നിങ്ങളുമായുള്ള ബന്ധം, ഇൻഷുറൻസ് പേ ഔട്ടിലെ അവരുടെ വിഹിതം എന്നിവയും വ്യക്തമാക്കണം. ഓർക്കുക, ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഗുണമുള്ളതാണെന്ന് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യുക. Thank you for watching.